തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും. മുഖ്യമന്ത്രി സാറെന്ന് പറഞ്ഞത് എന്നോട് പറഞ്ഞത് കുട്ടിക്കൊരു ലക്ഷ്യമുണ്ട്, ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കട്ടെ എന്ന ആ വാക്ക് എനിക്ക് മറക്കാൻ പറ്റൂല. ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. This girl speaking fluent Malayalam is originally from Darbhanga in Bihar, but she considers herself a Malayali for all intents and purposes. ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. കൂടുതൽ എനിക്ക് സ്ഥലങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, ഭാഷ അറിയില്ല, എവിടെയാണ് സ്കൂൾ അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തുടങ്ങി മുതൽ 1-ാം ക്ലാസ്സിൽ എൻ്റെ അനിയനെ ചേർത്തു, അതുപോലെ 4-ാം ക്ലാസ്സിൽ എൻ്റെ മറ്റേ അനിയനെ ചേർത്തു, 5-ാം ക്ലാസ്സിൽ ഞാൻ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു 7-ാം ക്ലാസ് എത്തിയപ്പോൾ എനിക്ക് കൂടുതലായിട്ട് മലയാളം പഠിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങിയത്. ചിത്രത്തിലൂടെ കഥ, ബുക്ക് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ മലയാളം പഠിച്ചത്. മോഡൽ, ഡിസൈന് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഓരോ കാര്യത്തിലും എനിക്ക് കഴിവുണ്ടെന്ന് കണ്ടെത്തിയത്. Now a resident of Elur in Ernakulam district of Kerala, Dharaksha Parveen is a local celebrity of sorts these days. That's because her personal recollection of her life in Bihar and how it changed after coming to Kerala is part of the syllabus for class 6 in the state board. The memoir she wrote in Malayalam, Thorilinde Ruchi Bhashayudayum, translates to The Taste of Labour and Language. In it, she recollects how life changed for her impoverished family when they reached Kerala and the role played by the special educational program Roshni in this transformation. Roshni, run by the Kerala state government, helps in the education of children of migrant labourers. 4ാം വാർഷികയോട് അനുബന്ധിച്ചിട്ടായിരുന്നു പരിപാടിയൊക്കെ. അപ്പോൾ അവിടെ ഞാൻ പങ്കെടുത്തു. അവിടെ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പുസ്തകത്തിൽ വന്നതും അതുപോലെ ഇവിടെ വന്നപ്പോൾ മുതലുള്ള അനുഭവങ്ങളും കിട്ടിയ പരിഗണനയും സ്വാതന്ത്ര്യവും ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കാരണം എന്നെ പോലെയുള്ള കുറേ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ റോഷ്നി പദ്ധതി ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഭാഷയുടെ കാര്യത്തിലായാലും അവരുടെ കഴിവുകൾ കണ്ടെത്തി അങ്ങനെയൊക്കെയുള്ള അവസരം ആ കുട്ടികൾക്ക് കിട്ടണം. അതുകൊണ്ട് എല്ലാ സ്കൂളിലും റോഷ്നി പദ്ധതി നടപ്പിലാക്കി തരുമോ എന്നതായിരുന്നു എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. Dharaksha's father, Mohammad Sameer, works at a footwear manufacturing company in Ernakulam. She herself wants to make a career in fashion designing. ഫാഷൻ ഡിസൈനിങ് പഠിച്ച് അതിനകത്ത് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയായിരുന്നു. അതുപോലെ +2 പോകാണ്ടാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് തിരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞിട്ട് +2, +1 പഠിച്ചു. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് BA ഹിന്ദിയാണ്. ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2nd ഇയർ ആണ് ഇപ്പോൾ. A teacher from Palakkad was the one who egged Dharaksha to pen down her story. Her biggest dream now is to own a house in Kerala. Expressing her love for the state, she believes it is her good fortune that brought her here all those years ago.